ഹായ് നമസ്കാരം. രാജാവും രാജ്യവും ദുഃഖത്തിലാകുന്നു, രാജകുമാരന് തേടി അലയുന്നു, രാവും പകലും മനസ്സിൽ തുളുമ്പുന്ന രാഷ്ട്രം ഇനി ആർക്കാണെന്ന് പറയാമോ? ഞാൻ ഇന്നലെ അല്ല 2-3 ദിവസമായിട്ട് എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ ന്യൂസിലും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കുറെ പറയുന്നത് മറ്റേ രാഹുൽ ഗാന്ധി അവരെ ഭാഗം വെച്ചിട്ട് എക്സിറ്റ് പോൾ അങ്ങനെ പറഞ്ഞു. ഇവിടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ, മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ വേറെ രീതിയിൽ. ഇവിടെ യഥാർത്ഥത്തിൽ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞൊരു സംഭവം അത് നരേന്ദ്രമോദി തന്നെ ഉണ്ടാക്കുന്ന ഒരു എക്സിറ്റ് പോളാണ്. അല്ലാതെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഫുട്ബോൾ കളി നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മളത് പ്രവചിക്കാണ്, നമ്മൾ ഇന്ന് 4 ഗോളിന് ജയിക്കും എന്ന് പറയാണ്. ചില ആളുകൾ പറയും ചിലപ്പോ നമ്മള് ഒരു 2 ഗോളിനൊക്കെ ജയിച്ചിരിക്കും. അപ്പൊ മറ്റൊരു പറയും എന്തായാലും ഞാനൊരു 6 ഗോൾ അടിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള രൂപത്തിൽ ഇതിങ്ങനെ പ്രവചിച്ച് ഇന്ത്യയിലുള്ള ഓരോ ഭാഷക്കാരാണല്ലോ ഈ മനുഷ്യരുടെയൊക്കെ തലച്ചോറിനെ ഒരു എന്താ പറയാ കലക്കുന്ന രീതിയിൽ, ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള എക്സിറ്റ് പോളിനെ ഉണ്ടാക്കുക. നിലവിൽ അങ്ങനെ ഒരു എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നു. അവരൊക്കെ പ്രവചിച്ചാൽ കറക്റ്റ് ആയിരിക്കും കാര്യങ്ങൾ. ഇന്ന് ഓരോ ന്യൂസിന്റെ കാര്യങ്ങളും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആളുകളും ഓരോ രീതിയിലാണ് പറയുന്നത്. നരേന്ദ്രമോദി അപ്പോ വേറെ രൂപത്തിൽ പൂജ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പറയുക, ഒരു പ്രത്യേക ഭരണ സംവിധാനങ്ങളെ കുറിച്ചിട്ട് ഉന്നത നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യുക. ഇങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോ ഭരണത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുനടക്കുന്നത്. പക്ഷെ ഇതൊന്നും യഥാർത്ഥ സത്യമല്ല. നാളെ കറക്റ്റായിട്ട് ഒരു 4 മണി ആ ടൈമോട് കൂടിയിട്ട് ഇന്ത്യയിലെ ഒരു പുതിയ ഭരണ സംവിധാനമാണ് ഇനി വരാൻ കിടക്കുന്നത്. അത് നരേന്ദ്രമോദി ഇങ്ങനെ എക്സിറ്റ് പോളിന്റെ ആ ഒരു പ്രവചനത്തിൽ കൂടി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുകയാണെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. തീർച്ചയാണ്. കാരണം ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരും. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയൊന്നുമല്ല, ഒരു രാഷ്ട്രീയവും എനിക്കില്ല. ഞാൻ ഈ വയസ്സിൻ്റെ ഉള്ളിൽ ഒരു പാർട്ടിക്കും ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയില്ല. ഒരേ ഒരാൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ, അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ചിലപ്പോൾ നിൻ്റെ ആ ഒരു വോട്ടിനായിരിക്കും ഞാൻ ജയിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് എൻ്റെ ഒരു അടുത്ത ഒരു പരിചയക്കാരനും കൂടിയാണ്. അപ്പോൾ ഞാൻ അയാൾക്ക് വോട്ട് ചെയ്തു. സത്യത്തിൽ എൻ്റെ വോട്ട് കിട്ടിയിട്ടൊന്നല്ല അയാൾ ജയിച്ചത്. അയാൾക്ക് കുറച്ചൊരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, അയാൾ അങ്ങനെ ജയിച്ചു. പക്ഷെ ആ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയായിരുന്നു അയാളെ ജയിക്കുള്ളൂ. കാരണം ആ നാടിനും ആ നാട്ടുകാർക്കും വേണ്ടി ഒരുപാട് സഹായങ്ങൾ പഞ്ചായത്തിലാണെങ്കിലും വില്ലേജിലാണെങ്കിലും ബ്ലോക്കിലാണെങ്കിലും നേരം വെളുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി വെള്ളയും ഇട്ട് ഒരു ന്യൂസ് പേപ്പറും കക്ഷത്തിൽ വെച്ച് നടന്നു പോവുകയും ചെയ്യുക. സൈക്കിളിൽ പോലും ചവിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. മറ്റു വാഹനങ്ങളിലൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കൂടുതലും അങ്ങനെ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ആദ്യകാലത്ത് ആ വ്യക്തി അങ്ങനെ വാഹനത്തിൽ പോകുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ ഇവിടുന്ന് നമ്മൊരു വീട്ടിൽ നിന്ന് ചിലപ്പോൾ നികുതി അടക്കാനായിരിക്കും അവരിൽ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇലക്ട്രിക് KCBയുടേതായിട്ടുള്ള ബില്ലുകളായിരിക്കും. എന്താ പറയാ, ആ നാടിന് വേണ്ടിയിട്ട് അയാള് ഒരാളിൽ നിന്നും 1 രൂപ വാങ്ങിക്കാതെ ആ വ്യക്തി
ദിവസവും കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക, പഞ്ചായത്ത്, വില്ലേജ്, ബ്ലോക്ക്, ഇനിയൊരു ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ടാവില്ല, ആ പാവം കയറി ഇറങ്ങാൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു വളർന്ന ഒരു ഇതാണ് അതൊക്കെ. അപ്പം അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മളെ സമൂഹത്തിൽ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവരായാലും പ്രതിപക്ഷമായാലും അല്ലാത്ത പാർട്ടികളായാലും ജനങ്ങളെ വിഡ്ഢികളാക്കുക, മുൾമുനയിൽ നിർത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ എക്സിറ്റ് പോളിൻ്റെ പേര് പറഞ്ഞിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരും ഭയപ്പെടണ്ട, നാളെ 4 മണിക്ക് ഫൈനൽ റിപ്പോർട്ട് വരും. ഇന്ത്യയുടെ ഭരണം അത് ഇവിടെ വെച്ച് BJP സർക്കാരിൻ്റെ ഭരണം അവസാനിക്കും, ഉറപ്പാത്. ഇതിന് നമ്മൾ എക്സിറ്റ് പോളിൻ്റെ പിന്നിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ബുദ്ധിയുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. കാരണം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ചൂതാട്ടക്കളി പോലെ ഈ വലിയ വലിയ നേതാക്കന്മാരെയൊക്കെ ഒരു ഭയപ്പാടിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ആ തിരഞ്ഞെടുപ്പിൽ നടന്ന തിരഞ്ഞെടുപ്പ്. അപ്പം അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും രാജ്യം ഭരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എവിടെ എത്തില്ല. കാരണം അത് ഓരോ വ്യക്തികളുടെ മനസ്സിലാണ് അത് കാര്യങ്ങൾ. നിങ്ങൾ ഏത് കൊടി പിടിച്ച് നടന്നാലും നിങ്ങൾക്ക് സ്വയം തോന്നും, ആർക്കാണ് ഞാൻ വോട്ട് കൊടുക്കേണ്ടത്, എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്നെ കൊണ്ട് കഴിയുന്നതിൽ പരം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ വ്യക്തിപരമായിട്ട് നമ്മളെ നാടിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും അത് പാർട്ടിയുടെ കൊടിയോ നിറമോ ഒന്നും നോക്കൂല. ആ വോട്ട് അവർക്ക് അവകാശപ്പെട്ടതാണ്, അവർ വരണം, ഈ രാജ്യത്ത് സന്തോഷവും സമാധാനത്തോടും കൂടി ജീവിക്കാൻ വേണ്ടിയാണെന്നുള്ള പ്രതിജ്ഞയോട് കൂടി തിരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിൽ ചെല്ലുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കൈവിറക്കും. കാരണം അടുത്ത ഭരണം ഒരു പുതിയ തലമുറയെ കെട്ടിപ്പടുക്കുന്ന രീതിയിലുള്ള, എല്ലാവർക്കും ഭയമില്ലാതെ സഞ്ചരിക്കാനും അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ അഭിമാനം കെട്ടിപ്പടുക്കാനും ഞാൻ ചെയ്ത വോട്ടിലൂടെ എൻ്റെ രാജ്യം തല ഉയർത്തി നിൽക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി നാളത്തെ തിരഞ്ഞെടുപ്പ് അതിൽ പുതിയൊരു ഭരണമാറ്റ സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം.